ഇന്നത്തെ ലഞ്ചിന് ആദ്യം തന്നെ ഉണ്ടാക്കുന്നത് പരിപ്പ് കറിയാണ്. പരിപ്പ് കുക്കറിൽ വേവിച്ചിട്ട് ചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട്. ഈ കുക്കറിൽ തന്നെ എനിക്ക് ചിക്കനും കൂടി ഒന്ന് വേവിച്ചെടുക്കാനുണ്ട്. ഈ കുക്കർ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ചിക്കനും പിന്നെ എല്ലാ മസാലപ്പൊടികളും ഉള്ളിയും തക്കാളിയും ഒക്കെ ചേർത്ത് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് ഒരു വിസിൽ വരുന്നവരെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പരിപ്പ് കറി എന്ന് പറയുന്നത് ചീരയും പരിപ്പാണ് വെക്കുന്നത്. അപ്പോൾ ചീര കുറേ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം അരിഞ്ഞിടുകയാണ്. അപ്പോൾ ഈ ചീര നമ്മുടെ പരിപ്പ് കറിയിൽ കുറച്ച് ചീരയല്ലേ ആവശ്യമുള്ളൂ. ബാക്കി ചീര മുഴുവൻ നമ്മൾ ഉപ്പേരിയാണ് വെക്കുന്നത്. അങ്ങനെ എല്ലാ ചീരയും കൂടി ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. നമ്മൾ ഈ ചെയ്യുന്ന അടുക്കള ജോലികളൊക്കെ ഒന്ന് സ്പീഡിലും പ്ലാനിങ്ങോടുകൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേഗം തന്നെ എല്ലാ പണികളും കഴിയും. 2 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിയും. എന്തായാലും ഈ ജോലികളൊക്കെ നമ്മൾ തന്നെ ചെയ്യണം. ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യാനും ഇല്ല. അപ്പം പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് വേഗം തന്നെ നമ്മുടെ ഡ്യൂട്ടീസൊക്കെ വേഗം അങ്ങ് കഴിക്കുക. എന്നിട്ട് നമ്മുടേതായ കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തുക. പിന്നെ ഈ വെജിറ്റബിൾസ് ഒക്കെ അപ്പം അരിഞ്ഞ് വെക്കുന്നതാണ് നല്ലത് കേട്ടോ. കുറച്ച് നമ്മൾ നേരത്തെ എഴുന്നേറ്റാൽ നമ്മുടെ പണികളൊക്കെ വേഗം തന്നെ കഴിയും. പിന്നെ ഈ പരിപ്പ് വേവിച്ചതിലേക്ക് അരിഞ്ഞ് വെച്ച് ചീര കൂടി ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് പതച്ച് ചീര ഒന്ന് വെന്ത് വന്നാൽ നമുക്ക് എന്താ പണി? നമ്മൾ ഇന്നലെ ചിരകി വെച്ചിട്ടുണ്ടല്ലോ തേങ്ങ. അപ്പോൾ ആ തേങ്ങ ഒന്ന് അരച്ചിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഉള്ളിയുടെയും കടുകിൻ്റെ ഒരു വറവും കൂടി ഇട്ടാൽ സംഭവം കഴിഞ്ഞു. ഇതിനിടയിൽ ചിക്കൻ കറിക്കായിട്ടുള്ള തേങ്ങ വറക്കുന്നുണ്ടായിരുന്നേ ഞാൻ മറ്റേ ഗ്യാസിൽ. അപ്പോൾ ഈ തേങ്ങ നമ്മൾ തലേ ദിവസം ചിരകി വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് വേഗം പണികൾ എളുപ്പമായിരിക്കും. അത് എല്ലാവരും ചെയ്യുന്നതായിരിക്കും അല്ലേ. ഇനിയിപ്പോൾ എന്താ പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാൻ. ഇതിലേക്ക് തേങ്ങ കൊത്തും കായ്മുളകും ഒന്ന് വറവിടണേ. എന്നിട്ട് നമ്മൾ വേവിച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ടേസ്റ്റ് ഡിഫറൻസ് നല്ലോണം ഉണ്ട് കേട്ടോ. അതായത് നമ്മളിപ്പോൾ ഒരു പാൻ വെച്ച് അവിടെ ഉള്ളിയൊക്കെ വഴറ്റി ചിക്കൻ ചേർത്തിട്ട് വെക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. പക്ഷേ നമുക്ക് ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ മക്കളൊക്കെ അമ്മ ഇന്ന് ചിക്കൻ കറി വേണമെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആക്കാൻ പറ്റുന്ന ഒരു രീതി. അതായത് വേഗം തന്നെ നമുക്ക് പണി കഴിയുന്നത് ഈ കുക്കർ പരിപാടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ കുക്കറിൽ ചെയ്യുന്നത്. പക്ഷേങ്കിൽ ഒരു സൺഡേയോ സാറ്റർഡേയോ ഒക്കെ ആണെങ്കിൽ ഞാൻ വഴറ്റിയിട്ട് മാത്രമാണ് ചെയ്യാറ്. അങ്ങനെ ഒരടുപ്പത്ത് നമ്മുടെ ചിക്കൻ കറി ആകുന്നുണ്ട്. മറ്റേ ഗ്യാസിൽ ഞാൻ നമ്മുടെ പരിപ്പ് കറിയില്ലേ അതിൽ തേങ്ങയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ചോറ് തലേ ദിവസം അരിയിട്ട് വെച്ചത് അതാണ് മറ്റേ ചെമ്പിൽ അവിടെ കാണുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ പരിപ്പ് കറിയിൽ കടുക് താളിക്കുകയാണ്. പിന്നെ ഇതിനിടയിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഇലയിൽ വെച്ചിട്ടുള്ള ഒരു പുട്ടില്ലേ അതാണ് ഉണ്ടാക്കിയത്. അത് എളുപ്പപ്പണിയാണ് കേട്ടോ. നമുക്ക് വേഗം ഈ പുട്ടും കുറ്റിയാണെങ്കിൽ നമ്മൾ കുറേ പ്രാവശ്യം അതിലേക്ക് ഇട്ടിട്ട് ഉന്തിയെടുക്കണ്ടേ. ഇതാകുമ്പോൾ ടൂത്ത് പിക്കോ ഈർക്കിളിയോ ഉപയോഗിച്ചിട്ട് ഇല ഒന്ന് കുത്തിയെടുക്കേണ്ട ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വേഗം തന്നെ നമ്മുടെ പുട്ടിൻ്റെ പരിപാടി അങ്ങ് ആയിക്കിട്ടും. അതിൻ്റെ ഒരു ഷോർട്സും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇനിയിപ്പോൾ ഇതാ അതിനിടയിൽ ഞാൻ ചീര ഉപ്പേരി കൂടി ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഓരോന്നോരോന്ന് ആകുന്നത് ഞാൻ പാത്രം മാറ്റുന്നുണ്ട്. അപ്പോൾ ചീനച്ചട്ടി അപ്പോൾ തന്നെ അങ്ങ് കഴുകി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് ഈ മീനും കൂടി ഇവിടെ പൊരിക്കാനുണ്ട്. അപ്പോൾ കുറേ മീൻ ഇന്നലെ വാങ്ങിയിട്ട് ഫ്രീസറിലുണ്ട്. അപ്പോൾ കഴുകിയൊക്കെ വെച്ചതാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ടാണ് ഇന്ന് പൊരിക്കുന്നത്. അങ്ങനെ മീൻ പൊരിക്കുകയാണ്. ഉപ്പേരി വെച്ച ആ ചീനച്ചട്ടി തന്നെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷമാണ് പൊരിക്കുന്നത്. അപ്പോൾ നമുക്ക് പാത്രങ്ങൾ കുറഞ്ഞു കിട്ടും. അതിനിടയിൽ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ചോറ് വാർക്കാനുണ്ട്. പിന്നെ ഇപ്പോൾ ഇതാ നമ്മുടെ ചോറ് കൂടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതും കൂടി വാർക്കേണ്ട പണിയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഈ ചീനച്ചട്ടിയും ചോറിൻ്റെ ചെമ്പ് മാത്രമേ എനിക്ക് കഴുകാനുള്ളൂ. അതിനിടയിൽ കുക്കിങ്ങിൻ്റെ ഇടയിൽ തന്നെ ഞാൻ എല്ലാ പാത്രങ്ങളും കഴുകി അങ്ങ് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് അധികം പാത്രങ്ങളില്ല. അല്ലാണ്ട് നമ്മൾ സിങ്കിൽ ഇങ്ങനെ കൂട്ടിയിട്ടാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനിയിപ്പോൾ ഈ സ്റ്റാൻഡും ഗ്യാസും ഒക്കെ തുടച്ചിട്ട് അടുക്കളയൊന്ന് അടിച്ചു വരെ തുടച്ചിട്ടാൽ തന്നെ നമുക്ക് മനസ്സിന് നല്ലൊരു തൃപ്തിയായിരിക്കും. അങ്ങനെ 2 മണിക്കൂർ കൊണ്ട് പുട്ടും ചിക്കൻ കറിയും പിന്നെ നമ്മുടെ ചീരക്കറിയും ചീരോപ്പേരിയും മീൻ പൊരിച്ചതും ചോറും ഇതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ക്ലാസ്സിലേക്ക് അങ്ങ് പോയി. അങ്ങനെ ഇന്നിവിടെ ഞാൻ നിർത്തുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ.